പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഗസ്റ്റ് മാസ റേഷൻ വിതരണം ആരംഭിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഉപഭോക്താക്കൾക്ക് 88 ലക്ഷം വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ പല വിധത്തേക്ക് ഓണ കിറ്റ് അടക്കം പലവിധ സാധനങ്ങൾ ഈ മാസം റേഷൻ കടയിൽ നിന്നും ലഭിക്കാനുണ്ട്. അതേക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണും ഓൺ ആക്കി വെക്കുക. അപ്പൊ ഈ മാസം ലഭിക്കാൻ പോകുന്നത് ഓരോ കാർഡ് തിരിച്ച് തന്നെ പറയാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് മഞ്ഞ കാർഡ് പറയാം. AAY എന്ന് പറയുന്ന അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന കാർഡുകാർക്കുള്ള റേഷൻ വിഹിതമാണ് ആദ്യം പറയുന്നത്. ആദ്യം സംസ്ഥാന സർക്കാർ നൽകുന്ന 30 കിലോ അരിയും 5 കിലോ ഗോതമ്പുമാണ്. പിന്നെ 1 കിലോ പഞ്ചസാര അവർക്ക് ലഭിക്കും. അതുകൂടാതെ 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. പിന്നെ അവർക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ്. പിന്നെ കാർഡിൽ ഒന്നിൽ 1 കിലോ പയറോ കടലയോ ലഭിക്കുന്നതാണ്. ഇതാണ് മഞ്ഞ കാർഡുകാർക്ക് AAY എന്ന് പറയുന്ന മഞ്ഞ കാർഡുകാർക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പിങ്ക് കളറുള്ള PHH എന്ന് പറയുന്ന പ്രയോറിറ്റി വിഭാഗത്തിൽ പെടുന്ന കാർഡുകാർക്കാണ്. അവർക്ക് ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോക്ക് 2 രൂപ നിരക്കിലാണ് അത് ലഭിക്കുക. പിന്നെ 1/2 ലിറ്റർ മണ്ണെണ്ണയും അവർക്ക് ലഭിക്കും. കേന്ദ്ര സർക്കാർ നൽകുന്ന ഗരീബ് കല്യാൺ യോജന അരിയും അവർക്കും ലഭിക്കും. 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും അവർക്ക് ലഭിക്കും ഒരു വ്യക്തിക്ക്. കൂടാതെ ഒരു കാർഡിൽ 1 കിലോ കടലയോ പയറും ലഭിക്കും. അത് കഴിഞ്ഞ മാസത്തെ നമുക്ക് ലഭിക്കാനുണ്ട്. കടലയും പയറും കഴിഞ്ഞ മാസത്തെ കൂടി ലഭിക്കാനുണ്ട്. അതും ഈ മാസം കൂട്ടി കിട്ടാൻ സാധ്യതയുണ്ട്. സർക്കാരിന്റെ കടലയോ പയറോ കഴിഞ്ഞ മാസം ലഭിച്ചിട്ടില്ല, അത് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ മാസം 2 കിലോ പയറോ കടലയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പറയാനുള്ളത് APL കാർഡുകാർക്കാണ്, അതായത് നീല വെള്ള കാർഡുകാർക്ക്. അതിൽ നീല കാർഡുകാരുടെ കാര്യം പറയാം. നീല കാർഡ് സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല കാർഡുകാർക്ക് 2 കിലോ അരി ലഭിക്കും. അത് കിലോക്ക് 4 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുന്നത്. പിന്നെ 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. പിന്നെ അവർക്ക് ലഭ്യതക്കനുസരിച്ച് 1 കിലോ മുതൽ 3 കിലോ ആട്ടയും ലഭിക്കും. അത് കിലോക്ക് 17 രൂപ നിരക്കിലായിരിക്കും. പിന്നെ നീല കാർഡുകാർക്ക് ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്പെഷ്യൽ അരിയാണ്. അത് കിലോക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരി ലഭിക്കും. മുൻ മാസങ്ങളിൽ ലഭിച്ചതുപോലെ. അത് ആദ്യം 15 കിലോ അരി 10 രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റുകയായിരുന്നു. പഴയതുപോലെ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. പിന്നെ വെള്ള കാർഡുകാർക്കാണ്. അവർക്ക് 4 കിലോ അരിയാണ് ലഭിക്കുന്നത്. കിലോക്ക് 10 രൂപ 55 പൈസ നിരക്കിലായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. 1 മുതൽ 3 കിലോ വരെ ആട്ടയും അവർക്ക് ലഭ്യതക്കനുസരിച്ച് അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. സംസ്ഥാന സർക്കാർ നൽകുന്ന 1 കിലോക്ക് 15 രൂപ നിരക്കിലുള്ള 10 കിലോ അരിയും അവർക്ക് സ്പെഷ്യലായിട്ട് ലഭിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് ഈ മാസത്തെ ബമ്പർ സ്പെഷ്യലായിട്ടുള്ള കാര്യം, ഈ മാസം നമുക്ക് ലഭിക്കുന്ന ഓണ കിറ്റാണ്. 500 രൂപയോളം വില വരുന്ന ഓണ കിറ്റാണ്. 460 രൂപയുടെ സാധനങ്ങളും 40 രൂപയുടെ പാക്കിംഗ് ചാർജും അടക്കം വരുന്ന കിറ്റാണ്. 500 രൂപ ചെലവിൽ നമുക്ക് വരുന്ന കിറ്റാണ് ഇനി ഈ മാസത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അത് എല്ലാ കാർഡുകാർക്കും ലഭിക്കും. അത് വ്യത്യസ്ത ഡേറ്റുകളിലായിട്ടാണ് ലഭിക്കുന്നത്. BPL കാർഡുകാർക്ക് 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് വിതരണം ഉണ്ടാവുക. പിന്നെ നീല കാർഡുകാർക്ക് 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും, വെള്ള കാർഡുകാർക്ക് 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ആയിരിക്കും വിതരണം ഉണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും